മഞ്ജു ചേച്ചി, മോക്ഷ, സലേട, സാഗരേട, ബിബിൻ ജോർജ്, ബിബിൻ ചേട്ടാ, അരുൺ വർമ്മ, ഡിജോ, ഡേജോസ്, ഡുയി ചേട്ടാ, ജോസുട്ടി, അസിസിക, അരുൺ വൈവ, സ്മിനു ചേച്ചി, ആൽവിൻ ആന്റണി. ഒന്ന് അടുത്തേക്ക്. ഈ രണ്ട് പേര് വെച്ചിട്ട് അതിഥികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല കൈയടി. ഇരിക്കുന്നവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ തിരി കുറവായതുകൊണ്ടാണ് എന്തായാലും വിളിക്കാത്തത്. Thank you so much. എല്ലാവർക്കും നമസ്കാരം.
വളരെയധികം സന്തോഷമുണ്ട്. മാജിക് ഫ്രെയിംസ് സിനിമാസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അപ്പം ആ റൈറ്ററിലുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എന്ന് വെച്ച് ഇതിൻ്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല. നമുക്കൊരു ഹിറ്റൊക്കെ കിട്ടുമ്പോഴാണുള്ള ആളെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നത്. അതുകൊണ്ടാണ് ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ്, ബിൻഡോ സ്റ്റീഫൻ. എൻ്റെ പേര് ക്രിസ്ത്യൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ. അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വേറെ ഫാമിലിയാണ്, വേറെ അപ്പൻ, വേറെ അമ്മ. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ്. ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ വന്നു, പല ഹീറോസുമായിട്ട് സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ. പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. ഈ സിനിമ എന്തെന്നറിയത്തില്ല, ദിലീപേട്ടൻ്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടൻ്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേറെ ഒന്നല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. എനിക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോയിനെ വെച്ചിട്ടാണ്. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യവും. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയതുകൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്ന് മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, അഭിനയിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ, അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവും. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു,
ദിലീപേട്ട എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്, പോന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുമായിട്ട് ഞാനിതിൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ. പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു 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 ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ്. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ്. എപ്പോഴും നമുക്കിപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ഇവനുണ്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിപ്പോ ഞാനായിക്കോട്ടെ, ഷാരിസ് ആയിക്കോട്ടെ, ബിൻഡോ ആയിക്കോട്ടെ. അപ്പം ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, ഒരു വേറിട്ട സിനിമയായിരിക്കും, അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100% നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം അതിന്റെ ഇപ്പൊ ഇന്നലെ അതിന്റെ സെൻസർ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു സിനിമയാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാ സിനിമയും നല്ല സിനിമയാന്ന് പറയും, പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ജോണി ചേട്ടൻ ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, സിദ്ദിഖ് ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര്, ജോസഫ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത്, നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ, ഞാൻ എൻ്റെ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽ ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ കണ്ടപ്പോൾ ഞാൻ അവനെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന, അതായത് മിക്സിംഗ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത്, സൗണ്ട് മിക്സിംഗ്. അപ്പോൾ മിക്സിംഗ് ചെയ്യുന്ന രാധാകൃഷ്ണൻ പറഞ്ഞത്, ഇത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത്, ഈ പടം എത്രയോ മേളിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആളുടെ ഒരു ദിവസം കൂടെയാണ് ഇന്ന്. അപ്പം വളരെയധികം സന്തോഷം. ഇന്ന് ഈ ഫംഗ്ഷന് ഞാനായിട്ട് ആരെയും എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല. മാജിക് ഫ്രെയിംസിന്റെ സൈഡിൽ നിന്നും ഞങ്ങളുടെ ഡയറക്ടറും റൈറ്ററൊക്കെയാണ് എല്ലാവരെയും വിളിക്കാനായിട്ട് പറ്റിയത്. നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞങ്ങൾ ദിലീപേട്ടൻ പല പല കോമഡിയും പറയും, നിങ്ങൾ ചിരിക്കണം, അതൊക്കെയാണ് ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജോണി ചേട്ടൻ പറയില്ലേ? ഇല്ല. അപ്പം എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്നിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വേറൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ, ഈ സിനിമയുടെ കാര്യം അല്ലാത്ത ഒരു കാര്യം കൂടെ ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ്. എനിവേ, താങ്ക് യു, നന്ദി.
എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഷാരിസ് ചിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദിവസമാണ്. സിനിമയുടെ ലോഞ്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഷാരിസ് എന്ന സുഹൃത്തും എഴുത്തിൽ ലൈഫുള്ള എഴുത്തുകാരനായ ഷാരിസ് പിന്നെ നമുക്കൊരു പടം ചെയ്യാം എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ഡിജോ സഹോദരനാണ്. ഡിജോ തുടക്കം തൊട്ട് ഈ സിനിമയുടെ കൂടെ തന്നെ ഉള്ള ആളാണ്. അരുൺ വൈഗ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഥ പറയാൻ വേണ്ടി കൂടെ വന്നേക്കുന്ന ആളാണ് ഡയറക്ടർ അരുൺ വൈഗ. പിന്നെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ അച്ഛൻ പോലും വിളിച്ച് ചോദിക്കാറില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ. 3 ദിവസം കൂടുമ്പോൾ ജോണി അണ്ണച്ചേട്ടൻ ചോദിക്കും എന്താടാ. അങ്ങനെ ഉള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണം ജീവിതത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് പ്രിൻസിലേക്ക് വരുവാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന കഥ ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ബാട നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തരുന്ന, അതിനിപ്പോൾ എന്താ ഇത്രയല്ലേ ഉള്ള കാര്യം എന്ന് പറയുന്ന കൂടെ തന്നെ നിൽക്കുന്ന ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന ലിസ്റ്റൻ ബ്ലോജ് പ്രൊഡ്യൂസറായി വന്നതോടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. പിന്നെ തീർച്ചയായും ദിലീപേട്ടൻ 150ാമത്തെ പടമാണെങ്കിലും 1ാമത്തെ പടം പോലെ അഭിനയിക്കുന്ന ആ ടെൻഷനും ആ സ്നേഹവും ആ റെസ്പെക്റ്റിലും നിൽക്കുന്ന ദിലീപേട്ടൻ വന്നതോടെ ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന അടുത്ത ഡയറക്ടർ എന്ന നിലയിൽ പടത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണെങ്കിൽ, ഈ ഫാമിലി എന്ന വാല് പോലെ തന്നെ ഈ സിനിമ കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ്. എല്ലാവർക്കും കുടുംബമായി വന്ന് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെയൊക്കെ കഥ പറയുന്ന അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും ഉള്ള പ്രിൻസിൻ്റെ കഥയാണ്. പ്രിൻസ് ഈ ഫാമിലിയുടെ സോളാണ്. പ്രിൻസ് എന്ന് പറയുന്ന ആളുടെ ലൈഫാണ് ഈ സിനിമ. അത്രയേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് പറയാൻ. അപ്പം എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് പോലെ ചോദിക്കണം. കാരണം ഫസ്റ്റ് ഡയറക്ടറാണല്ലോ, ഇനി എത്രയോ സിനിമയുടെ ലോഞ്ച് ഇവിടെ നടക്കാതിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇത് കുറെ ഈ പറയുന്ന പോലെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള സിനിമയാണ്. അതുമാത്രമല്ല തൻ്റെ ഒരു ഫസ്റ്റ് സിനിമയും കൂടെയാണ്. ഇതിന്റെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ Day 1 ദിലീപേട്ടനെ വെച്ചിട്ട് ആക്ഷൻ പറയുന്നതും അവസാന ദിവസം ബാക്കപ്പ് പറയുമ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ദിലീപേട്ടനെ വെച്ച് ആക്ഷൻ പറയുക എന്ന് പറയുന്നത്, ആദ്യമായി അഭിനയിക്കുന്ന ഒരാളെ പോലെയാണ് ദിലീപേട്ടൻ അഭിനയിക്കുന്നത്. നമുക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം നമ്മുടെ കൂടെ അത്രയും കൂടെ തന്നെ നിന്ന് കൂളായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ദിലീപേട്ടൻ തോന്നിയത്. അതായത് ഇത്രയും വലിയ സ്റ്റാർ ആണെന്നോ അങ്ങനെ ഒരു സാധനം നമുക്ക് ഈ സെറ്റിനകത്ത് വന്നിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു ഫാമിലി, ഈ പടത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്ത ആളുകളെല്ലാം ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു. കാരണം എല്ലാ ജോലിയിലും പോലെ ഈ സിനിമയിൽ കുറെ അധികം കഷ്ടപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ഹാർഡ് വർക്കാണ് ഈ സിനിമ ഇപ്പോൾ ആയത്. സിനിമയുടെ ലാസ്റ്റ് ആ ഫീൽ തന്നെയാണ്. സിനിമ Day 1 എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു Day എന്തിലും. വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് സിനിമ ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി. Moving on to a small segment. പൂജയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ, ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. അത് ഞാൻ വേറൊരു നടൻ്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന, ഇതുവരെ ഒരു നടൻ്റെ വേദിയിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നില്ല, ദിലീപേട്ടൻ്റെ ബിഗ് ഫാൻ. അത് ഞാൻ ഇവിടെ മാത്രം പറയുന്നു, ബിഗ് ഫാൻ. ആ ഫാൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപേട്ടൻ. ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കൊല. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത്, ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ്, എടവനക്കാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ്. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത് സ്ക്രീനിനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്ത് ഞങ്ങളാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന ദിലീപേട്ടനെ ഞങ്ങൾ ആദ്യം കാണുന്നത്. അവിടെ നിന്ന് മനസ്സിൽ കയറ്റുകയാണ്. ആ ദിലീപേട്ടന് വേണ്ടി എനിക്കറിയില്ല ഒരു 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 സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാലിബർ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ആ ധൈര്യം എനിക്ക് തന്നത് വിൻഡോ ആണ്. ചിലപ്പോൾ തോന്നും ഇത് എന്താ ഈ ഒരു പടത്തിന്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ലേ ഇതൊക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വെരി കോൺഫിഡൻ്റ്ലി ആൻഡ് വി ആർ ഹാപ്പി വിത്ത് ദ മൂവി. ആ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ദിസ് മൂവി ഈസ് ഫോർ യു. നിരാശപ്പെടുത്തില്ല. ലിസേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുന്നു. ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്.
അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മെയ് 9 ഈ സിനിമ സംസാരിക്കും. എന്നോട് ജെയ്ക്സേട്ടൻ, എൻ്റെ അത്ര അടുത്ത സുഹൃത്ത് ജെയ്ക്സേട്ടൻ പറഞ്ഞിട്ടുണ്ടാ അധികം സംസാരിക്കണ്ട, സിനിമ സംസാരിക്കട്ടെ. പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ഈ ടീം, എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ, ഞങ്ങളുടെ എഡിറ്റർ സാഗർ, ഇതിൽ പ്രദേശം ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടെ നിന്ന് ഒരു പേര് ഞാൻ പറയാതെ പോകരുത്, ജോണി ചേട്ടൻ. വിൻഡോ പറഞ്ഞതാണ്, ഞാൻ പറയുന്ന എല്ലാവരും പറയും ജോൺ ചേട്ടൻ താങ്ക് യു. ഒരു കാര്യം വിത്ത് 100% കൺവിക്ഷൻ പറയുന്നു, ഈ സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്വം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു. കാരണം ഈ സിനിമയിൽ 1% പോലും ഇതിൻ്റെ നിർമ്മാതാവോ ഇതിൻ്റെ നായകനോ മറ്റാരും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. 100% ട്രസ്റ്റ് ഇവർ രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് അവർ ഡ്യൂട്ടി, ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ പടത്തിന്റെ റിസൾട്ട് എന്തോ ആവട്ടെ, നാളെ റിലീസിന്റെ അന്ന് വനിതയിലല്ലേ ഇതിൻ്റെ റിലീസിന്റെ അന്ന് വനിതാ തിയേറ്ററിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ ഈ ലിസ്റ്റിട്ടും പറഞ്ഞാൽ ഈ പടം ഗംഭീരപ്പെടണമെന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ 100% എഫേർട്ട്, ആ എഫേർട്ട് മൊത്തം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കാനാണ്. ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കി ഏറ്റവും സാധാരണക്കാരനായ പ്രിൻസിനെ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇന്നത്തെ അതിൻ്റെ മ്യൂസിക് കറക്ഷനിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രിൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനാണ്. പ്രിൻസിൻ്റെ ഈ ഫാമിലിയിൽ ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ. ഇതിൽ പ്രത്യേകം പറയേണ്ട 2 പേരുകളുണ്ട്. റിയാസ്, ദിലീപ് ഏട്ടൻ്റെ ഫാൻസിൽ റിയാസ് ഇവിടെ ഉണ്ട്. വളരെ സന്തോഷം തോന്നി. ഫാൻസുകാർ ഞങ്ങൾ എടുത്തു പറഞ്ഞു, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാൻസ് ഷോ അല്ല നടത്താം, 14 ജില്ലയിലും ഫാമിലി ഷോ നടത്താം എന്ന് പറയുന്ന ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി ആ സിനിമയുടെ കൂടെ നിൽക്കുന്ന ഫാൻസ് ദിലീപ് ഏട്ടന് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് തീർക്കണം. ഈ സിനിമയിൽ ഞങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ്, ഈ സിനിമയെ ഏറ്റവും വലുതാക്കി അവതരിപ്പിക്കുക എന്നുള്ളതല്ല. ഇത് 84 ദിവസം എടുത്ത് അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കുഞ്ഞു കുടുംബചിത്രമാണ്. ആ കുടുംബചിത്രം ഇരുകൈ നീട്ടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് പേരുകൾ ഡയറക്ഷൻ ടീമിൽ ഓരോരുത്തരുടെയും പേര്, നിഖിലിനെയും ഷിബോട്ടിനെ, അവരുടെ പേരുകൾ ഞാൻ ഒരാളെ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വിളിക്കുകയാണ്. ഗോകുലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇതൊരു ലിസ്റ്റിൻ ആൻഡ് ഫാമിലി ക്രൂ ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നതിലുപരി ലിസ്റ്റിൻ ആൻഡ് ഫാമിലി. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ 2ാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അപ്പം മുതൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. വിൻഡോ ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും എല്ലാവരും അറിയാവുന്നവരാണ്. ജോണി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട് ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ്. ഇത്രയും നാൾ നീണ്ട് ഒരു കാലം വേണ്ടി വന്നു വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ. എന്തായാലും വളരെ സന്തോഷം. ഇതിലും ഷാരിസും ബിന്ദുവൊക്കെ ഇവിടെ നിന്നിട്ട് വികാരഭരിതമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതിവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇവരുടെ ഡബ്ബിങ്ങിന് പോയിട്ട് എന്നെ ഒരു 4-5 പ്രാവശ്യം കറക്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ ഷാരിസൊക്കെ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ഷോട്ടും കാരണം ആ ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രസവിച്ച് കഴിഞ്ഞ ഒരു അമ്മയുടെ അവസ്ഥയാണ് ഷാരിസിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. കരയട്ടെ, ഇപ്പോഴിരുന്ന് കരയുക. 2ാമത് ഷാരിസ്, ആ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളെടുത്ത എഫേർട്ട്, ആ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം, അതിൻ്റെ എന്തായാലും ദൈവം തരാതിരിക്കില്ല. ലിസ്റ്റിനും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരു സാധാരണ നല്ല കുടുംബ ചിത്രം. ആരെയും നിരാശപ്പെടുത്തില്ല.
ഞാനതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട്, സാധാരണ എല്ലാവരും പറയും പോലെ മഞ്ജുവിനെപ്പോലെ ഒരു ദാരിദ്ര്യവാസി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത് എല്ലാ സിനിമയിലും. ചിരിക്കണ്ട, നീ ഉൾപ്പെടെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുറച്ച് ബോൾഡായിട്ടുള്ളൊരു നല്ല ക്യാരക്ടറാണ്. സോ താങ്ക് യു ലിസ്റ്റിംഗ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാടാക്കിയതിൽ വളരെ സന്തോഷം. ഇനിയും ഈ യാത്ര ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. അടുത്തതായി എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ജിസിനെ പണ്ടുപോലെ അറിയാം, എങ്കിലും ഈ കോഡ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാൻസും ചോദിച്ചിട്ടുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്നും പ്രത്യേകിച്ചും പറഞ്ഞില്ല, ഞാൻ വരികയും ചെയ്തു. അതെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ ഉപദേശിച്ചു, ബിജുവിൻ്റെ അവറാജൻ ആൻഡ് സൺസ്. അല്ല, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ടിൽ നമ്മൾ ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ലിസ്റ്റിൽ വേണ്ടത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ ഒരു കാര്യം ഞാൻ പറയാം. പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കുന്ന ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് എനിക്ക് ജൂലൈ 4-ന് 22 വർഷമോ മൂന്ന് ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. പിന്നെ ദിലീപിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് ലൈനിലുള്ള ദിലീപാണ്. എൻ്റെ സുഹൃത്തായതുകൊണ്ടോ എൻ്റെ നായകനായതുകൊണ്ടോ പൊക്കി പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത്. അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന നായകനാണ്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അത് ഇനിയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടോടൊരു കഥ പറയാൻ പറ്റുമോ, എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ പേടിയാണ്. എടാ ഇന്നലെ ഒരുത്തം വന്നൊരു കഥ നീ എന്തിനാ ജോലി എതിരാ, കാരണം ദിലീപിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല, എന്തിനാ നമ്മൾ ഉള്ള കാര്യം പല കഴിക്കുന്നത്. അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്ന് നമുക്കറിയാം ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ അവരുടെ എത്രയോ പടങ്ങൾ, ഷാഫ് ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, ലാൽജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നത്. തിളക്കമൊക്കെ എനിക്ക് തോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയെത്തിയത്. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി, വീഡിയോ നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ചില ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എനിക്കതേ തോന്നുന്നു കർത്താവേ ഇതിങ്ങനെ ശരിയാകും. ഇപ്പം നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം, ഒരു ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ചോദിക്കാം, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റുവേദന ഉള്ളായിരിക്കും, എന്നാലും പേഷ്യൻറ്റ് ഒറ്റ കൊച്ചിന് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡൗട്ടാവും ദൈവമായി രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞൊരു സാധനം ചോദിച്ചോട്ടോ. എനിക്കെന്ന് തോന്നുന്നു കർത്താവ് ഞാൻ ചെയ്താൽ ശരിയാവുമോ, പിന്നെ ഈ സംശയം തീരത്തേ ഇല്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോകും, ശരിയായോ എന്നുള്ള. അപ്പം ആ ഒരു അത്ര ഇതിനോടുള്ളവർ എന്നാ പറയേണ്ടത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്. ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാൾസ് അവരാജ് കൊടുക്കുന്നത്. അതുപോലെ വിൻഡോയുടെ പ്രശ്നം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. വിൻഡോയ്ക്ക് ആരെയും പണക്കുന്ന ഇഷ്ടമല്ല, കേരള കോൺഗ്രസ്സുകാരനാണ്, ആരെയും വിൻഡോ പണക്കില്ല. അത് കൃത്യമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ടോളങ്ങാരൻ ക്രിസ്ത്യാനി അല്ലേ. അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റിയാസ് ദിലീപിന്റെ ഫാൻസിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അവർക്ക് ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത്. എനിക്കറിയാം ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ
കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. അടുത്തതായി ജോസൂട്ടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ 2 അനിയന്മാരിൽ ഒരു അനിയനായിട്ടാണ് അഭിനയിക്കുന്നത്. അതല്ലാതെ ഷാരിസ് ഈ സിനിമയുടെ ഓൺലൈൻ എഴുതുന്ന സമയം തൊട്ട് എനിക്കറിയാം ഇവരനുഭവിക്കുന്ന ഒരു മെന്റൽ ഇതും എല്ലാം നമുക്കറിയാം. അതിൽ നിന്ന് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ ഈ സിനിമയുടെ ഒരു ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇവരെന്താണോ ഉദ്ദേശിച്ചത് അതിലും മികച്ച രീതിയിൽ ഈ സിനിമ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ലിസ്റ്റിൻ, ഷാരിസ്, ബിൻഡോ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. ദിലീപേട്ടൻ്റെ കൂടെ കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കൂടെ നിർത്തിയതിന് നന്ദി. താങ്ക് യു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഇത് 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫംഗ്ഷനോടുകൂടി നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ വേദിയിൽ നിന്ന് എന്നെ ഈ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയും. ദൈവത്തിനോടും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ 4ാമത്തെ 6ാമത്തെ നിന്ന് നെപ്പിച്ചിട്ട് ഞങ്ങൾ കയറി. അപ്പൊ അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരിസ് അതുപോലെ സാഗർ, ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിൻഡോനെയും ഷാരിസിനെയാണ്, ലിസ്റ്റിൻ ബൈ പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ മുന്നിങ്ങനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ. ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണോ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച് സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു. ഷാരിസാണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് സർവൈവ് ചെയ്യാൻ, അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരിസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത്
ലിസ്റ്റിൻ. ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ വരികയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല. അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആണ്, അതിൻ്റെ റൈറ്ററാണ്, അതിൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം. അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും പ്രിൻസിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതിൽ ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലെ ഷാരിസിന്റെ കണ്ണുകളിലൂടെ. അപ്പൊ ഷാരിസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിയെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റൂടാ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞാടാ. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിൽ. അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചതിന്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റ് മറന്ന പോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും ബിൻഡോ തന്നെ പറഞ്ഞു, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗോകുലിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് ആ സാധനം ആരും എടുത്തുകൊണ്ട് കൊണ്ട് നോക്കിയപ്പോൾ ഒരു 9-ാം തീയതി വരെ നമുക്കിത് പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമായിട്ട് വെച്ചേക്കണം. അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ. നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക, ഈ സിനിമ എൻജോയ് ചെയ്യുക. അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും, മെയ് 9 ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, ജോണിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെ കുറിച്ച്. അവരത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയുക, ഫാമിലി ഉൾക്കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഉടനെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നന്ദി, ഒരുപാട് നന്ദി. Moving on to the official teaser of the movie, Prince and Family. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ക്ലീഷ ഡയലോഗാണെങ്കിൽ മെയിൻ റീസൺ ഇസ് ലിസ്റ്റിൻ. പിന്നെ ദിലീപേട്ടൻ ഒരു പുതിയ സംവിധായകൻ അലങ്ങേറുന്നു, ഷാരിസ്, മാജിക് ഫ്രെയിംസ്, അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ, സ്നേഹമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തൊരു സിനിമ. ഇപ്പം
നമ്മുടെ MC പറയുന്നുണ്ടായിരുന്നു മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമയാണിത്. അത് കേട്ടപ്പം ഞാൻ തന്നെ ഒന്ന് ഇപ്പം ട്രാഫിക് മുതൽ ഈ ഘട്ടം വരെ എത്തിയപ്പോഴത്തേക്ക് 30 വരെ ആയോ ഞാൻ ചെറിയൊരു അമ്പരപ്പോട് കൂടി ആലോചിച്ചു. പക്ഷേ അതിലൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡിജോ പറഞ്ഞതുപോലെ സിനിമ കണക്കുകൾ പുറത്തുവിട്ടും പുറത്തുവിടാതെയും പ്രതിസന്ധിയും എല്ലാമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഉണ്ടാവുക, നിലനിൽക്കുക, തുടരുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പുതിയ സംവിധായകന് അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരന് ഒരു സ്ഥലത്ത് പോയിട്ട് കഥ പറയണമെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിർബന്ധമായി ഉണ്ടായിരിക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് മുൻകൂർ കച്ചവടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ധൈര്യപൂർവ്വം സിനിമ എടുക്കാൻ മുന്നോട്ട് വരുന്ന ബിൻഡോയെ പോലുള്ള പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ പോലുള്ളവർ കടം ചോദിച്ചാൽ സിനിമ നടക്കാൻ വേണ്ടി കാശ് തരുന്ന ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ, ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി, നിർമ്മാതാക്കൾ നിലനിൽക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിലെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലിസ്റ്റിൽ മാത്രമല്ല, സ്ഥിരം പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം തന്നെ തുടർച്ചയായി സിനിമകൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം മാജിക് ഫ്രെയിംസിന്റെ 30ാമത് സിനിമ എന്നുള്ളത് തന്നെ ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അളിയ എൻ്റെ 100ാമത്തെ സിനിമയ്ക്കും എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ നീഡ് ടു ബി ദെയർ. രണ്ടാമത് ദിലീപേട്ടനെ കുറിച്ച് ഇപ്പോ ഷാരിസ് പറഞ്ഞതുപോലെ ഏതൊരു മലയാളിയും പറയുന്നത് പോലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. നമ്മൾ ഒരു +2 കയറുന്ന സമയത്ത് അന്ന് ദമ്പിടിക്ക് പോലും വൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ പടം ഇഷ്ടംപോലെ തവണ പല പല തിയേറ്ററുകളിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഒരുപാട് എന്റർടൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്ന ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന്, അത് നമ്മുടെ സിനിമാക്കാർക്കിടയിലും അല്ലാതെയും പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം നമ്മുടെ അറിയില്ല, നമ്മുടെ വായന കൊണ്ടായിരിക്കാം, നമ്മുടെ മറ്റ് കലാരൂപങ്ങൾ കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഈ മലയാളി ഓഡിയൻസ് ദശാബ്ദങ്ങളോളം ഞാനടക്കമുള്ളവരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വലിയ നടനാണ് ദിലീപേട്ടൻ. അപ്പം അതൊക്കെ അന്ന് വിശ്വനാഥനും കല്യാണരാമനും പറക്കത്തലയൊക്കെ തിയേറ്ററിൽ കാണുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും സ്വപ്നേവി നിരീക്ഷിച്ചിരുന്നില്ല ദിലീപേട്ടന്റെ 150ാമത് സിനിമയുടെ ലളിതമായി ഈ ഓഡിയോ ലോഞ്ച് വേദിയിൽ ഇങ്ങനെ ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഭാഗ്യം എനിക്കുണ്ടാകുന്നു. അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ഇങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ദിലീപേട്ട, പ്രിൻസ് കാലക്കട്ടെ, അല്ലെങ്കിൽ 9 നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള സംസാരിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അധ്വാനം. ഷാരിസിന്റെ ഒക്കെ വാക്കുകളിലെ ഇമോഷൻസ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 9 റിഫ്ലക്റ്റ് ആവട്ടെ. അതുപോലെ ബിൻഡോ പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സിനിമ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ ബിൻഡോയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കൂട്ടം പുതിയ ആളുകളുണ്ട്. മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്. അങ്ങനെ ഒരു കൂട്ടം പുതിയ ആളുകൾ കൂടെ ഇതിൽ അരങ്ങേറുന്നു. എന്നിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ മെയ് 9 എന്ന് പറയുന്ന ദിവസം മാജിക് ഫ്രെയിംസിന്റെ ദിവസമാവട്ടെ, ദിലീപേട്ടന്റെ ദിവസമാവട്ടെ, ബിൻഡോയുടെ ദിവസമാവട്ടെ, ഷാരിസിന്റെ ദിവസമാവട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ദിവസമാവട്ടെ. അതോടൊപ്പം മലയാള സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് നമ്പറുകൾ അഭിമാന പുരസ്സരം മുന്നോട്ട് വെക്കാവുന്ന ഒരു ദിവസം കൂടി ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ വരേണ്ടത് ഒരു കടമയായിട്ടും ഇവിടെ വന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നാഴികക്കല്ലും ഉണ്ടാക്കിയ ആളുകളാണ്. ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ എന്നെ വിളിച്ച് ദിലീപേട്ടനെ ഞാൻ കൂടി ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട്. ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ ലിസ്റ്റിൻ ചേട്ടനാണെങ്കിൽ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ്. ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും. ആലി ചേട്ടനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അവനും
പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ബാല്യകാല സുഹൃത്താണ്, ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ്. ഞാൻ സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അലിഞ്ഞേട്ട കേട്ടോ, ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ, അവർ അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പടത്തിൻ്റെ, കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് പിൻ്റെ. ആ സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം, പക്ഷേ ഇന്നും ആ ഒരു വേഷം തന്നതിൻ്റെ നന്ദി ഞാൻ അവനോട് അറിയിക്കാറുണ്ട്. ഈ സിനിമ തുടക്കം മുതൽ, ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് മുതൽ ഇന്നലെ സെൻസർ ചെയ്ത കാര്യം വരെ വിളിച്ചു പറയുന്ന ബിൻഡോയ്ക്കാണ്. എടാ, നിന്റെ നല്ല മനസ്സിന്, ഈ പറയുന്ന, ഞാൻ ഹൃദയോട് പറയാണ്, നിന്റെ നല്ല മനസ്സിന് നല്ലതേ നിനക്ക് വരുള്ളൂ. പിന്നെ എൻ്റെ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമ ഗംഭീരമാവും, ഒരു സംശയവും വേണ്ട, നല്ലതേ വരും. താങ്ക് യു. അടുത്തായി മാജിക് ഫ്രെയിംസിന്റെ ഫാമിലി മെമ്പർ കൂടിയാണ് ഷീലു എബ്രഹാം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ കുറച്ച് വരാൻ ലേറ്റായി. ലിസ്റ്റിനൊന്നും എന്നെ കൺഫ്യൂസ് ആക്കിയതാണ്, അതുകൊണ്ടാണ്. കൺഫ്യൂസിങ് മാസ്റ്ററാണ്, അപ്പം അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പം ദിലീപേട്ട, ഓൾ ദി വെരി ബെസ്റ്റ്. പടം നല്ല സക്സസ് ആവട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. അപ്പം ഈ പടത്തിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. Good evening, everyone. Namaskaram. Magic Friends, me being a non-Malayali, I think since long time, from Janaganamana to Garudan, lot of wonderful movies they have created, and I can proudly say my father, and I have always been saying the same thing, we are big fans of Malayalam films. I think the entire India, the world now. So for Prince and family, all my heartiest wishes to Magic Frames, to director sir, and especially Dilip Betan. What to say about you, what to talk about you, have been all of our favorites. I still remember few days back we met in Kochi airport. I didn't notice him. Suddenly Moksha, then I saw, my God, Dilip Betan himself calling me, and really means a lot, sir. And I would love to work with Magic Frames, Dilip Betan and the entire team. All the very best, heartiest wishes. Please watch Prince and Family on 9th May. Yeah, I'm also coming to watch the show, the first day first show. All the best. Thank you.